ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും ഗുഡ്നസ് TV ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് സ്വാഗതം. നമ്മളേറെ പ്രാർത്ഥിക്കുകയും എന്നാൽ നമുക്ക് ഒരു ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഷയത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ നാട് ഇപ്പം എത്തി നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കൾക്ക് ഇന്ന് ഇണയെ കിട്ടുന്നില്ല. യുവാക്കൾ 25, 30, 35, 40 വയസ്സിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. പെൺകുട്ടികളുടെ സ്ഥിതിയാണെങ്കിൽ അവർക്ക് വിവാഹമേ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8 വർഷം മുമ്പായിരുന്നെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നുള്ള നിലപാടായിരുന്നു കേരളത്തിൽ. പക്ഷേ ഇപ്പം അതെല്ലാം മാറി. ഇനി സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടും അവനും രക്ഷയില്ല. കാരണം പെൺകൊച്ചുങ്ങൾ പറയുകയാണ്, എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം. അതല്ലെങ്കിൽ അവർ പറയുകയാണ്, എനിക്കിപ്പോൾ തൽക്കാലം വിവാഹം വേണ്ട. ഞാനൊരു ശുശ്രൂഷകനായതുകൊണ്ട് പറയുകയാണ്, 28 വർഷമായിട്ട് ഈ രംഗത്തുള്ള വ്യക്തിയാണ്. ഒരു 15 വർഷം മുമ്പ് വരെ ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിൽ പല അമ്മമാരും പെൺമക്കളെ കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ അടുത്ത് വന്ന് പറയാറുണ്ട്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക, മോൾക്ക് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒരു വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് 8, 10, 15 അല്ല, എത്രയോ 100 കണക്കിന് അമ്മമാരാണ് പെൺമക്കളെയും കൊണ്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിരുന്നത്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വന്നിരുന്നു. അവർക്കൊക്കെ കുടുംബജീവൻ നയിക്കാനുള്ള മാർഗവും കർത്താവ് ഒരുക്കി. പക്ഷേ ഈ അടുത്ത കാലം മുതൽ അത്തരത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയം പോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നാൽ വരുന്നുണ്ട്. പല അമ്മമാരും വളരെ വേദനയോടുകൂടി പറയുന്നു, എൻ്റെ മകന് ഒരു പെൺകൊച്ചിനെ കിട്ടുന്നില്ല, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ 40 അല്ലെങ്കിൽ 35 വയസ്സുള്ള യുവാക്കൾ അവർ പറയുന്ന വാക്കാണ്, എൻ്റെ വിവാഹം നടന്നിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ കേട്ടപ്പോഴായിരിക്കാം ധ്യാന രംഗത്തുള്ള എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഏതാനും ശുശ്രൂഷകർ വിവാഹം നടക്കാതെ ഇതുപോലെ ക്ലേശിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി മാത്രമായിട്ടൊരു ധ്യാനം ഒരുക്കി. കോട്ടയത്താണ്. അവിടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെയും അവർ വിളിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. ആ ആശയങ്ങളുമായിട്ടാണ് ഞാൻ വചനം കൊടുക്കാൻ വേണ്ടി ചെന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, 100 പേരാണ് ആ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തതെങ്കിൽ 95 പേരും ആൺകുട്ടികളാണ്. 5 പെൺകുട്ടികൾ മാത്രമേ അവിടെ പങ്കെടുത്തിട്ടുള്ളൂ. ഇവരോട് പറയാൻ വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടുപോയ എല്ലാ വിഷയങ്ങളും വേദിയിലെത്തിയതോടുകൂടി എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. എന്നിട്ട് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു വചനം തന്നു, നീ പറയേണ്ടത് ഇനി ഇതാണ്. എൻ്റെ ആശയങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഞാൻ മാറ്റി. കർത്താവ് പറഞ്ഞ വചനം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 അവിടെ പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഞാൻ എന്ന വാക്കിനൊരു വലിയ പവറുണ്ട്. കർത്താവ് അവകാശത്തോടു കൂടി പറയുകയാണ്, ചേർന്ന ഇണയെ ഞാൻ നൽകും. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, ഈ സമൂഹത്തോട് പറയേണ്ടത് നീ അതാണ്. അതായത് ഇണയെ നൽകുന്നത് മറ്റാരുമല്ല, അത് ബ്രോക്കറല്ല, അത് കുടുംബത്തിൽ അമ്മാവൻ അല്ല, അത് മാട്രിമോണിയ അല്ല, അത് പത്രങ്ങളല്ല, ഞാനാണ്. അതുകൊണ്ട് ഈ യുവാക്കളോട് നീ പറയണം, ചേർന്ന ഇണയെ നൽകുന്ന കർത്താവിലേക്ക് തിരിയാൻ, കർത്താവിനോട് ചോദിക്കാൻ. സമൂഹത്തിൽ ചോദിച്ചാലുള്ള പ്രശ്നം അറിയാമല്ലോ, എനിക്ക് ഉദ്യോഗസ്ഥനെ വേണം, അല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട. ഈ 2 കാര്യങ്ങളാണ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത്.
പെൺകുട്ടികളെ മാതാപിതാക്കൾ പറയുന്നു, പെൺകുട്ടികളും പറയുന്നു. അപ്പോൾ നമുക്ക് എവിടെ ഇണ? അപ്പോൾ നമുക്കൊരു ഇണയെ കിട്ടാനില്ല. പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് ചേർന്ന ഇണകൾ ഉണ്ട്. അതായത് മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം. പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പ്രകൃതി നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അങ്ങനെയാണ് നീ ഗർഭിണിയാകുന്നത്. അപ്പോൾ കർത്താവിന് നിലവിലുള്ള എല്ലാ പദ്ധതികളെയും, എല്ലാ ന്യായീകരണങ്ങളെയും, എല്ലാ ചിന്താഗതികളെയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഓരോ യുവാവും കർത്താവിലേക്ക് തിരിയണം. കർത്താവാണ് ഇണകളെ നൽകുന്നത്, കർത്താവാണ് ഒരു വ്യക്തിക്ക് തൊഴിൽ നൽകുന്നത്, കർത്താവാണ് കുടുംബത്തെ പോറ്റാൻ കൃപ തരുന്നത്. ഈ ഒരു ചിന്ത എന്നെയും കൂടുതൽ ശക്തിപ്പെടുത്തി. ആ ഒരു മണിക്കൂർ നേരം ഈ വചനത്തെ തന്നെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ കടന്നുപോയി. അവസാനം ഞാൻ അവരോട് ആധികാരികമായിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന 95 പേർക്കും കർത്താവ് ഇണകളെ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഇണയെ കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. അവളെ നീ കണ്ടുമുട്ടണമെങ്കിൽ നീ കർത്താവിനോട് ചോദിക്കണം, നീ കർത്താവിനോട് ആവശ്യപ്പെടണം. കർത്താവ് നിനക്ക് വഴിയൊരുക്കി തരും എന്ന് ഹൃദയത്തിൽ തട്ടി പറയാൻ എനിക്ക് സാധിച്ചു. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം നടക്കാത്ത നിങ്ങളുടെ മക്കളെക്കുറിച്ച്, ആൺമക്കളെക്കുറിച്ച് വേദനിക്കുന്ന അമ്മമാരെ, ഈ ഒരു വചനമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന കർത്താവിൻ്റെ ഈ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ കർത്താവ് ഇണയെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതും ചേർന്ന ഇണ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടത് ദൈവാശ്രയ ബോധമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു കൃപയാണ്. വിശ്വാസം നമുക്കുണ്ട്, അത്യാവശ്യം ഭക്തിയുണ്ട്, പക്ഷെ ദൈവാശ്രയം എന്ന പുണ്യം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നാഹൂം പ്രവാചകൻ്റെ പുസ്തകം 1:7 പറയുന്നു, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. രാജ്യം ഭരിക്കുന്ന നമ്മുടെ മന്ത്രിമാരാകട്ടെ, MLA മാരാകട്ടെ, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവർക്ക് വേണ്ടി ലാത്തിച്ചാർജോ അടിയോ കൊള്ളുന്ന ഒരു നേതാവിനെയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി അറിയണം നിർബന്ധമില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്നവനെ കർത്താവ് അറിയുന്നു. അത് ഈ ഭൂമിയിൽ ഏതു വ്യക്തിയെയും കർത്താവ് കാണുന്നു. നാഹൂം പ്രവാചകൻ പറയുകയാണ്, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അവിടുന്ന് അഭയദുർഗവുമാണ്. എന്നിട്ട് പറയുകയാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. അതുകൊണ്ടൊരു യുവാവോ യുവതിയോ തൻ്റെ ജീവിതത്തിലെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ അതിന് മുമ്പിലാണെങ്കിൽ, വയസ്സ് കൂടിക്കൂടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർക്കൊരു കുഞ്ഞില്ലെങ്കിൽ, കർത്താവിലേക്ക് തിരിയുക. കർത്താവിന് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ സാധിക്കും. അടുത്ത ഒരു വചനം സങ്കീർത്തനം 138:3. അവിടെ പറയുകയാണ്, ഞാൻ വിളിച്ച് അപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ ആത്മാവിന് ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. അപ്പം കർത്താവിലേക്ക് തിരിയുന്ന വ്യക്തിക്ക്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഒന്നും കിട്ടാതിരിക്കുന്നില്ല. നമുക്ക് തോന്നും എന്ത് കിട്ടി, പക്ഷേ കർത്താവ് നമ്മുടെ ഉള്ളിൽ ധൈര്യം നൽകുന്നു, പ്രതിസന്ധികളെ നേരിടാനുള്ള കൃപ നൽകുന്നു, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള വരം നൽകുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ധൈര്യം ചോർന്നു പോകുന്നു, നാളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ പോക്ക് പോയാൽ എവിടെ എത്തും, എൻ്റെ ഭാവി എന്താകും എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിക്ക് കർത്താവ് നൽകുന്ന ഉത്തരമാണ്
അവൻ്റെ ഉള്ളിൽ ആത്മധൈര്യം. സങ്കീർത്തകൻ അത് പറയുകയാണ്. വീണ്ടും ഏശയ്യ 58:9 പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ എന്ന് അവിടുന്ന് മറുപടി തരും. അപ്പം നമ്മളെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവാണെങ്കിൽ എനിക്ക് എൻ്റെ വഴി കാണിച്ചു തരേണ്ട വ്യക്തി. മാതാപിതാക്കളല്ല, സമൂഹമല്ല, ഗവൺമെൻറ് അല്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ച കർത്താവ്. ഞാനാകുന്നു വഴി, ഞാനാകുന്നു മാർഗം, ഞാനാകുന്നു സത്യം എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അത്ഭുതകരമായ വഴികളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തുറക്കുക. സ്നേഹമുള്ളവരെ, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:24, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളി, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. അതായത് വിളിക്കും മുമ്പേ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒക്കെ ഉത്തരം നൽകാനും കേൾക്കാനും കെൽപ്പുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവാശ്രയബോധത്തിൽ നിന്ന് അകന്നു പോകുന്ന യുവാക്കൾ കർത്താവിനെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ വഴികൾ കർത്താവ് തുറക്കും. എത്രയോ പേരുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ട്. 21 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഹോദരി, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നൊരു സഹോദരി, 21 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. എന്നാൽ ഈ 21ാമത്തെ വർഷം കർത്താവ് അവളെ അനുഗ്രഹിച്ചു. അവൾ ഗർഭിണിയാണെന്ന ഒരു സദ്വാർത്ത കേൾക്കാനിടയായി. അവരൊന്നേ ചെയ്തിട്ടുള്ളൂ, അവർ കർത്താവിൽ ആശ്രയിച്ചു. മറ്റൊരു സഹോദരി 18 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഒരു സഹോദരിയാണ്. ആ കണ്ണുനീരും ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അതും കേൾക്കാനിടയായി, അവളും ഗർഭിണിയാണ്. മനുഷ്യൻ അസാധ്യമാണ് നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ചെയ്യാൻ. മനുഷ്യൻ കൈമലർന്നു, പക്ഷെ കർത്താവിനെല്ലാം സാധ്യമാണ്. പ്രകൃതി നിയമങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ എനിക്ക് വഴിയില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ അവസ്ഥ ആര് മനസ്സിലാക്കും? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിൽ ഒരു പെൺകൊച്ച്, വളരെ ഉയരം കുറഞ്ഞൊരു പെൺകുട്ടിയാണ്. അവൾ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ദയനീയം തോന്നും. കാരണം അത്രയും ഇങ്ങനെ ചുരുങ്ങിപ്പോയൊരു പെൺകുട്ടി. അവൾ വേദനയോടുകൂടി പറഞ്ഞ വാക്കാണ്, എൻ്റെ വിവാഹം നടക്കുന്നില്ല. കേൾക്കുമ്പോൾ നമുക്ക് ചിരി തോന്നും. കാരണം ആ പ്രകൃതി അങ്ങനെയാണ്. ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ട് വരുന്നൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു പെൺകുട്ടി പറയുകയാണ്, എനിക്ക് വിവാഹം നടക്കുന്നില്ല. കാരണം അവളെ മാതാപിതാക്കൾ അവളുടെ പ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാകാം കുടുംബത്തിൽ നിന്ന് ഒത്തിരി തിക്താനുഭവം ഉണ്ട് ആ കുട്ടിക്ക്. അപ്പം ഞാനും ഉള്ളുകൊണ്ട് ചിന്തിച്ചു, ഇവൾ ആര് കെട്ടും? ഈ പ്രകൃതിയുള്ളൊരു കുട്ടി എനിക്ക് വിവാഹം വേണം, അല്ലെങ്കിൽ ഞാൻ അതിന് റെഡിയാണെന്ന് പറഞ്ഞാൽ പോലും കെട്ടാൻ ആര് വരും എന്നും ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. പക്ഷേ വേദനയോടുകൂടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ കൂട്ടായ്മയിൽ പലപ്പോഴും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇതിനേക്കാൾ അപ്പുറമായിട്ട് അവൾ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. ഞാൻ ഓർക്കുന്നു, നല്ല ഉയരമുള്ള, നല്ല വെളുത്ത് സുമുഖനായ നല്ലൊരു ചെറുപ്പക്കാരൻ അവൾക്ക് കർത്താവ് കൊണ്ടുവന്ന് കൊടുത്തു. ആ വിവാഹത്തിന് പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഉരുണ്ടവർക്കും ഈ കുള്ളന്മാർക്കും ഈ വൈകല്യമുള്ളവർക്കും കർത്താവ് ഇണകളെ കൊടുക്കുന്നു. എൻ്റെ കുടുംബത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. ഉയരം കുറഞ്ഞ 2 യുവാക്കൾ, അവർക്ക് ഇണകളെ കർത്താവ് കൊടുത്തത് അത്യാവശ്യം നല്ല ഉയരമുള്ള പെൺകുട്ടികളാണ്. അവരുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളായി. പക്ഷേ ഇവിടെ ആരോഗ്യമുണ്ട്, ഹൈറ്റുണ്ട്, വെയിറ്റുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നമുക്കൊരു ഇണയെ കിട്ടുന്നില്ല. ദൈവാശ്രയ ബോധം അതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാം നടക്കാവുന്ന കേസേ ഉള്ളൂ. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 34:10 പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാവുകയില്ല. അന്വേഷിക്കാത്തവർക്ക് കുറവുണ്ട്. ആ കുറവാണ് ഈ പറഞ്ഞത് മുഴുവനും. നമ്മൾ നിരാശരാകും, നമ്മൾ സ്വയം ശപിക്കും, നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും, പെൺമക്കളെ കുറ്റപ്പെടുത്തും, അവരുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷെ അതിനെ മാറ്റിമറിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാവില്ല. കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിലേക്ക് തിരിയണം. നമ്മുടെ മക്കൾ, യുവാക്കൾ തിരിയണം. അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അവർ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം.
ഇതിനൊക്കെ മുഖം തിരിക്കുന്നവരാണ് പല യുവാക്കളും. അവർക്കിതെല്ലാം നടക്കുകയും വേണം, എന്നാൽ കർത്താവിൻ്റെ കാര്യത്തിലേക്ക് കടന്നു വരാൻ മടിയാണ്. അത് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. അവർക്ക് പരീക്ഷ എഴുതണമെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. അവർക്ക് വിവാഹം നടക്കണമെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. അത് മാതാപിതാക്കൾ കഴിക്കണം എന്ന് ആരും പറയുന്നില്ല. അത് അവനവൻ തന്നെ കഴിക്കണം, എങ്കിലേ നമ്മുടെ വിശപ്പ് മാറുകയുള്ളൂ. ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചാലേ എൻ്റെ പ്രശ്നത്തിന് 100% പരിഹാരം കർത്താവിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. സങ്കീർത്തനം 14:2 കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഇപ്പം കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നവരുണ്ടോ, അവർ വിവേകികളെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ മോശക്കാരല്ല. ഇവർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല, അതിരാവിലെ പള്ളിയിൽ പോകുന്നത് പണിയില്ലാത്തത് കൊണ്ടല്ല, ധ്യാനത്തിന് പോകുന്നത് വേറെ മാർഗമില്ലാത്തത് കൊണ്ടല്ല, വിവേകമുള്ളത് കൊണ്ടാണ്. കാരണം കർത്താവിൽ നിന്നേ അവർക്ക് രക്ഷയുള്ളൂ. കർത്താവിനെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലാണുള്ളതെന്ന് തിരിച്ചറിവുള്ളവനെ കർത്താവിൻ്റെ പുറകെ പോവും. അല്ലാത്തവർ പുച്ഛിക്കുന്നവർക്ക് വിവേകമില്ല. സങ്കീർത്തനം 14:2 അവിടെ പറയുകയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. അപ്പം അതുകൊണ്ട് ദൈവത്തെ തേടുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തികളാരും വിവേകം കുറഞ്ഞവരല്ല, അവർ നല്ല വിവേകമുള്ളവരാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പോലും നമ്മോട് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് ഒരു വ്യക്തി വരുന്നത് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ്. ദൈവം ഒരുവനെ വിളിക്കുന്നത് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ്, അവന് പുതുജീവിതം നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിലേക്ക് തിരിയാത്ത വ്യക്തി സ്വയം കുറ്റപ്പെടുത്തുന്നവനും നിരാശനുമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശയ്യ 55:3 അവിടെ പറയുകയാണ്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ മരിച്ചതിന് തുല്യമാണ്. കർത്താവിലേക്ക് കടന്നു വരാത്ത വ്യക്തി, ദൈവവചനം ശ്രവിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ അവൻ നിരാശനാണ്, സ്വയം കുറ്റപ്പെടുത്തുന്നവനാണ്, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തവനാണ്. നിരാശയുടെ ആ ഹൃദയത്തിൻ്റെ ഉടമയാണ് മരിച്ചതിന് തുല്യമെന്ന് പറയാൻ കാരണം. ജീവനില്ല. അതുകൊണ്ട് ജീവൻ കിട്ടുന്നത് ദൈവവചനത്തിലാണ്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. അപ്പോൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി വരുന്ന വ്യക്തി, വചനം നിരന്തരമായിട്ട് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന വ്യക്തി, കർത്താവ് പറയുകയാണ്, ദാവീദിനോടെന്ന പോലെ സ്ഥിരമായ സ്നേഹം അവന് ലഭിക്കും. അവനത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കാൻ വേണ്ടി ഇന്ന് ജനം ഓടാൻ കാരണം. എന്നാൽ അതിൽ നിന്നും പിന്മാറി നിൽക്കുന്ന വ്യക്തി, മുഖം തിരിക്കുന്ന വ്യക്തി എന്നും ജീവിതത്തെ നോക്കി കുറ്റപ്പെടുന്ന വ്യക്തിയായിരിക്കും. അവൻ്റെ മുമ്പിൽ ഇതുപോലുള്ള പ്രതിബന്ധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് പഠിപ്പിക്കലാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് ചെയ്യുന്നത്. നമുക്ക് ഇതുവരെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം ബ്ലോക്ക് ചെയ്തു. എന്താണ് ആനുകൂല്യം? കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാതാപിതാക്കൾ ചേർന്ന പെൺകുട്ടികളെ കണ്ടെത്തുന്നു, യുവാക്കൾ കെട്ടുന്നു, അങ്ങനെ വിവാഹത്തിന് ഒരു തടസ്സമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ 8-10 വർഷമായി ആ മേഖലയിൽ കർത്താവ് കൈവച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവന് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്, കർത്താവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഓരോ യുവാവും ഓരോ യുവതിയും കടന്നു വരണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം കേട്ട് കർത്താവുമായിട്ട് ഐക്യപ്പെടുന്നവന് ബാക്കിയെല്ലാം വന്ന് ചേർന്ന് കൊള്ളും. വചനം പറയുന്നുണ്ടല്ലോ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും. ഈ കൂട്ടിച്ചേർക്കുന്നതാണ് ഇണ, ഈ കൂട്ടിച്ചേർക്കുന്നതാണ് കുഞ്ഞ്, ഈ കൂട്ടിച്ചേർക്കുന്നതാണ് വീട്,
ഈ കൂട്ടിച്ചേർക്കുന്നതാണ് ജോലി. എല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിലേക്ക് തിരിയേണ്ട പണി മാത്രമേ ഉള്ളൂ. ബാക്കി കർത്താവ് കൂട്ടിച്ചേർത്തുകൊള്ളു. ഫിലിപ്പിയർ 2:21 പറയുകയാണ്, എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടുകയാണ് മനുഷ്യൻ. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിയാനോ കർത്താവിനെ തേടാനോ ആരും ഒരുങ്ങാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. കർത്താവ് വേദനിക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. കർത്താവിൻ്റെ കയ്യിൽ ഇന്നത്തെ യുവാക്കൾക്ക് ഇണകളില്ലാത്തത് കൊണ്ടല്ല. എനിക്ക് വിവാഹം വേണ്ട എന്ന് ഈ ഭൂമിയിലെ എല്ലാ പെൺകുട്ടികൾ പറഞ്ഞാലും കർത്താവിൻ്റെ കയ്യിൽ ഒരു യുവാവിന് വേണ്ടുന്ന പെൺകുട്ടിയുണ്ട്, ചേർന്ന ഇണ ഉണ്ട്. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ട് ഓരോ യുവാവും കർത്താവിലേക്ക് തിരിയട്ടെ. ഓരോ പെൺകുട്ടികളും ഒരു കുടുംബജീവിതത്തിന് വേണ്ടുന്ന മാനസിക പക്വതയ്ക്ക് വേണ്ടി കർത്താവിലേക്ക് തിരിയട്ടെ. കർത്താവ് വഴിയൊരുക്കും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒത്തിരി വേദനിക്കുന്ന യുവാക്കളുണ്ട്. ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി, ഒരു ഇണയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ കാലങ്ങളോളമായിട്ട് കാത്തിരിക്കുന്നു. 25, 30, 35, 40 വയസ്സായ യുവാക്കൾ ഒത്തിരി വേദനിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് അങ്ങിൽ ആശ്രയിക്കാനും അവരുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാനും അവർക്ക് കൃപ നൽകി അവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ വേളയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാ യുവതി യുവാക്കളിലേക്കും ഒഴുകട്ടെ. പ്രൈസ് ദി ലോർഡ്.